ലോ ബഡ്ജറ്റിന് ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു 5G സ്മാർട്ട് ഫോൺ. ഇപ്പോൾ 4G സ്മാർട്ട് ഫോൺ ആർക്കാണോ അല്ലേ? 4G ആയാലും 5G ആയാലും എല്ലാം ഒരേപോലെ തന്നെ ഗൈസ്, വിലയെല്ലാം നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെ. ഇപ്പോൾ 5000 രൂപ റേഞ്ചിൽ ഒരു 5G സ്മാർട്ട് ഫോൺ എടുക്കാൻ ഉദ്ദേശിച്ച് എൻ്റെ ചാനൽ വേഴ്സ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ് ഒരു 5G സ്മാർട്ട് ഫോൺ. അപ്പോൾ അങ്ങനെ ഒരു 5G സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു നമ്മൾ ചാനൽ കുറച്ച് ഫോളോവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഈ 5000 രൂപയ്ക്കല്ല. അവർ എന്നോട് ചോദിക്കുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ എത്ര രൂപയുണ്ട്? 2000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ ചോദിക്കുന്നത്. 2000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ 5G സ്മാർട്ട് ഫോണൊന്നുമില്ല. ഈ 2000 രൂപയ്ക്ക് അഥവാ ഏതെങ്കിലും ഞാൻ ഒരു ഡിസ്പ്ലേ പൊട്ടി ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഇതാ ഉണ്ട് ഞാൻ ഞാൻ നോക്കട്ടെ തരാം എന്ന് പറയുകയാണെങ്കിൽ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ബ്രോ എങ്ങനെയാണ് ബ്രോ 2000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ വേണം, അതേപോലെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രോബ്ലങ്ങൾ ഉള്ളതേ നമ്മുടെ അടുത്ത് അത് പാടില്ല, പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ലേ. അതേപോലെ നല്ല സ്റ്റോറേജ്, റാം കാര്യങ്ങളെല്ലാം വേണം. പിന്നെ എന്നെ വിളിച്ച സംഭവമാണ് ഞാൻ പറയണത്, അല്ലാതെ ഞാൻ തമാശ അടിക്കുന്നതല്ല. ഇങ്ങനെ റാം, സ്റ്റോറേജ് എല്ലാം വേണം. ഒരു 8GB റാം, പിന്നെ ഏറ്റവും കുറഞ്ഞത് 128 സ്റ്റോറേജ്. 2000 രൂപയ്ക്ക് 128 സ്റ്റോറേജ് വേണം. ഡിസ്പ്ലേ മാറാൻ പാടില്ല കേട്ടോ. ഡിസ്പ്ലേ ഒറിജിനൽ ആയിരിക്കണം. ക്യാമറ ക്വാളിറ്റി നല്ല പടക്കായിരിക്കണം. പിന്നെ പൊളിച്ച് പണിയാതിരിക്കണം. പിന്നെ കമ്പനി വാറൻറ്റി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സൂപ്പറായിരിക്കും. പിന്നെ ബോക്സ് ആൻഡ് ആക്സസറീസ് എല്ലാം 2000 രൂപ കിട്ടിയാൽ പൊളിക്കും എന്ന് ഒരു മനസ്സിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്. ഇവരെന്നെ കളിയാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എന്നെ കളിയാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഞാൻ പിന്നെ ശരി ആയിക്കോട്ടെ, ഏതെങ്കിലും വരികയാണെങ്കിൽ ഞാൻ തരില്ല എന്ന് പറയില്ല കേട്ടോ. 2000 രൂപയ്ക്ക് തരാമെന്ന് പറയും. ഒരു 5 വർഷം കഴിയട്ടെ, 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും അത് 6G ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് കൊടുക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് കൊടുക്കാം. 2000 രൂപയ്ക്ക് 5G ഫോൺ കൊടുക്കാം. 2000 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 5G അല്ലെങ്കിൽ 7G ഒക്കെ ഇറങ്ങട്ടെ, അപ്പോൾ കൊടുക്കാം. ഇപ്പം നിലവിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ഓപ്ഷനൊന്നും ഇപ്പം അല്ലെങ്കിൽ ഇവിടെ ഒരു മിഷ്യൻ കൊണ്ട് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫോണുകൾ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഫോൺ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കേണ്ടി വരും. 2000 രൂപ കിട്ടി എനിക്ക് ലാഭമല്ലേ. അങ്ങനെയുള്ള ഒരു മിഷ്യൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വാങ്ങും. അങ്ങനെ മിഷ്യൻ ഇറങ്ങിയാൽ ഞാൻ വാങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പം നമ്മളതിൽ 5000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിങ് കാണും. അതിൽ ഒരുപാട് ഡിഫക്റ്റൊക്കെ വരും കേട്ടോ. 5000 രൂപയ്ക്ക് 5G എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലാസ് പൊട്ടൽ കാണും. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ചിലപ്പം പറഞ്ഞ പോലെ 6GB റാം, 120 സ്റ്റോറേജ് ഒക്കെ 5G സെറ്റിൽ കാണും. ഡിസ്പ്ലേ മാറ്റിയതായിരിക്കാം, ഇല്ലെങ്കിൽ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടൽ ഉള്ള 5G സ്മാർട്ട് ഫോണുകളെ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിൽ നിർവാഹമുള്ളൂ. നല്ല കമ്പനി സെറ്റ് ആയിരിക്കും, അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല, ഒറിജിനൽ സാധനം തന്നെ ആയിരിക്കും. പിന്നെ ഒറിജിനൽ ഒരു ബോക്സ് പീസൊക്കെ ആണെങ്കിൽ 7500 രൂപയാണ് 5G സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിങ്, പൊളിക്കാത്ത ഒരു കുറഞ്ഞ റാമിൽ സ്റ്റോറേജ് ഒക്കെ വരുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ചാനൽ